ഹലോ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കള്ളിമാല വ്യൂ പോയിന്റ് ആണ്. ഇത് ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്ന പോലെയൊന്നുമല്ല കേട്ടോ. അടിപൊളി പ്ലേസ് ആണ്. ഇന്ന് നോക്കണത് തന്നെ നല്ലൊരു ഭംഗിയാണ്. താഴ്വാരയിൽ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി കയറി. കാന്തമ്പാറയിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ താഴത്ത് പഞ്ചാബിൽ കാണുന്ന കടുക് തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കളൊക്കെ കാണാൻ. അങ്ങനെ നേരെ ഞങ്ങൾ ചതുരംഗപ്പാറയുടെ അടിവാരത്തെത്തി. അത് അടിവാരം എന്ന് തന്നെ പറയാം, കാരണം ഇവിടെ നിന്ന് നമുക്ക് ജീപ്പിൽ വേണം നമുക്ക് ചതുരംഗപ്പാറയ്ക്കും അതുപോലെ തന്നെ കള്ളിപ്പാറയ്ക്കും യാത്രയാവാൻ. അപ്പോൾ അവിടെ നല്ല കാറ്റാണ് കേട്ടോ. ഈ കാറ്റാടിയുടെ തന്നെ കാറ്റും അതുപോലെ തന്നെ പ്രകൃതി ഒരുക്കിയ കാറ്റും. അങ്ങനെ ഞങ്ങൾ ജീപ്പ് വന്നു. ഞങ്ങൾ നേരെ ജീപ്പിൽ കയറി. ഒരു ജീപ്പിൽ 8 പേർക്ക് സഞ്ചരിക്കാം. മുന്നിൽ 2 പേരും ബാക്കിൽ 6 പേർക്ക് ഇരിക്കാം. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. നമ്മൾ ആദ്യം പോകുന്നത് കള്ളിപ്പാറയ്ക്കാണ്. ആ കള്ളിപ്പാറയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. ശരിക്കും മൺപാത എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള മൺപാതയൊന്നുമല്ല. നല്ല കുണ്ടും കുഴിയും അതുപോലെ തന്നെ ചെളിയും നിറഞ്ഞ മൺപാത. നമുക്ക് ഈ ജീപ്പിൻ്റെ ചില്ല് കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം ചെളി അതിലേക്ക് തെറിച്ചിട്ടുണ്ടെന്ന്. ജീപ്പൊക്കെ ചെളി കുളിച്ചിരിക്കുകയാണ്. പിന്നെ ആവുന്ന വഴിയും അതുപോലെ തന്നെ. ഒരു വണ്ടി വന്നാൽ ഇവർ തന്നെ വഴി ഉണ്ടാക്കി ഒരു ചാല് വെട്ടി വഴി കൊടുക്കുക എന്ന് പറയണ പോലെ ഏതെങ്കിലും ഒരു കാട്ടിലേക്ക് കയറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചൊക്കെ ഓടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ റൈഡ് തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റൈഡ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. ആദിത്യൻ എന്നാണ് പേര്. ആള് ആലുവക്കാരനാണ്. ചെറിയൊരു പയ്യൻ. അവൻ്റെ അച്ഛൻ്റെ നാട് ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇവിടെ താമസം ഇവിടെയല്ല എങ്കിലും ഇവിടെ ജീപ്പ് ഓടിച്ച് ഓഫ് റോഡൊക്കെ ഓടിച്ച് ഇവിടെയാണ് അവൻ പരിശീലിച്ചതെന്നാണ് പറയണത്. അങ്ങനെ റിസ്ക് എടുത്ത് ജീവിക്കുന്ന ഒരു കുട്ടി. നല്ല സ്നേഹമായിരുന്നു കേട്ടോ. നന്നായിട്ട് ഞങ്ങളെ കെയർ ചെയ്ത് അതുപോലെ തന്നെ ഞങ്ങൾ കൃത്യസ്ഥലത്ത് അവിടെ എത്തിച്ച് ഞങ്ങൾക്ക് കാണാനുള്ള സമയമൊക്കെ ഒരുക്കി തന്ന് ഞങ്ങളെ അങ്ങനെ കള്ളിപ്പാറയിലെത്തി. കള്ളിപ്പാറയെന്ന് പറയണത് അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഒരു പ്ലേസാണ്. നമുക്ക് ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്ന ഒരു പിക്ചറേ അല്ല, നേരിട്ട് കാണുമ്പോൾ ശരിക്കും മഞ്ഞ് മൂടി അതുപോലെ തന്നെ പച്ചപ്പിൽ നിൽക്കുന്ന ഒരു കള്ളിപ്പാറയാണ്. അപ്പോൾ നല്ല രസമാണ്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വീണ്ടും ജീപ്പിൽ ഇതേ വഴി പോയി നേരെ ചതുരംഗപ്പാറ കയറണം. അപ്പോൾ ആ വീഡിയോയുമായി പിന്നെ വരാം.